പോലീസ് കസ്റ്റഡിയിലുള്ള വധശ്രമ കേസ് പ്രതി രക്ഷപ്പെട്ടു. കുന്നംകുളം പെരുമ്പിലാവിൽ മക്കൾക്ക് വിഷം നൽകി ആത്മഹത്യക്ക് ശ്രമിച്ച പിതാവാണ് ഓടി രക്ഷപ്പെട്ടത്. വിവരങ്ങളുമായി അനീഷ് ആന്റണി ചേരുന്നുണ്ട്. അനീഷ്, എപ്പോഴായിരുന്നു ഈ ഒരു സംഭവം? വിവരങ്ങൾ എങ്ങനെയാണ്? അരുണിമ തമിഴ്നാട് സ്വദേശിയും കുന്നംകുളം പെരുമ്പിലാവിൽ സ്ഥിരതാമസമാക്കിയിട്ടുള്ള മുത്തു എന്ന ആളാണ് രക്ഷപ്പെട്ടത്. ഇയാൾ കഴിഞ്ഞ ദിവസം തന്റെ 6ഉം 7ഉം വയസ്സുള്ള മക്കൾക്ക് എലിവിഷം നൽകിയ ശേഷം ഇയാൾ സ്വയം എലിവിഷം കഴിച്ച് ആത്മഹത്യക്ക് ശ്രമിച്ചിരുന്നു. ഇവരെ 3 പേരെയും കഴിഞ്ഞ ദിവസം തൃശൂർ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. 2 കുട്ടികളും ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലാണ്. ഈ രക്ഷപ്പെട്ട ആൾ മുത്തു വാർഡ് 9ലും ചികിത്സയിലാണ്. ഇന്ന് ഉച്ചയ്ക്ക് 2:30 കുന്നംകുളം സ്റ്റേഷനിലെ പോലീസുകാരെ ഡ്യൂട്ടിക്ക് നിയോഗിച്ചിരുന്നു. കാരണം വധശ്രമ കേസ് പ്രതിയാണ്. സ്വാഭാവികമായും മക്കൾക്ക് വിഷം നൽകിയ കേസുള്ള ആളാണ്. അതുകൊണ്ട് തന്നെ പോലീസിനെ ഡ്യൂട്ടിക്ക് നിയോഗിച്ചിരുന്നു. കസ്റ്റഡിയിലാണ് ഇയാൾ ചികിത്സയിൽ ഉണ്ടായിരുന്നത്. ഉച്ചയ്ക്ക് 2:30 ഈ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസുകാരെ തള്ളി മാറ്റി ഇയാൾ അവിടെ നിന്നും ഓടി രക്ഷപ്പെടുകയാണ് ഉണ്ടായത്. എന്തായാലും വ്യാപകമായി പോലീസ് ഇപ്പോൾ ഇയാൾക്കായി അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. എന്തായാലും കസ്റ്റഡിയിൽ നിന്നാണ് പ്രതി രക്ഷപ്പെട്ടിട്ടുള്ളത് എന്നാണുള്ള ഒരു ഗുരുതരമായ കാര്യമാണ് ഇവിടെ ഉള്ളത്. മക്കൾക്ക് 6ഉം 7ഉം വയസ്സുള്ള കൊച്ചുമക്കൾക്ക് വിഷം നൽകിയ ശേഷം ആത്മഹത്യക്ക് ശ്രമിക്കുകയായിരുന്നു ഇയാൾ. എന്താണ് ആത്മഹത്യക്ക് പ്രേരിപ്പിച്ച കാരണമെന്നൊന്നും വ്യക്തമല്ല. എന്തായാലും ഇയാൾ ഇപ്പോൾ ഉച്ചയ്ക്ക് 2:30 ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസുകാർ തള്ളിയിട്ട് മെഡിക്കൽ കോളേജിലെ വാർഡ് 9ൽ നിന്നും ഓടി രക്ഷപ്പെട്ടിരിക്കുന്നു. പോലീസ് ഇയാളെ പിടികൂടുന്നതിനുള്ള അന്വേഷണം ഇപ്പോൾ ഊർജിതമായി തുടരുകയാണ്. അരുണിമ, ശരി, വ്യക്തമാണ്. വധശ്രമ കേസ് പ്രതിയാണ് രക്ഷപ്പെട്ടിരിക്കുന്നത്. കുന്നംകുളം പെരുമ്പിലാവിൽ മക്കൾക്ക് വിഷം നൽകി ആത്മഹത്യക്ക് ശ്രമിച്ച പിതാവാണ് ഇപ്പോൾ ഓടി രക്ഷപ്പെട്ടിരിക്കുന്നത്. എന്തായാലും പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. വിവരങ്ങൾ നൽകിയത് അനീഷ് ആന്റണിയാണ്.